الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. اللهم صل وسلم وبارك عليه. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്നയെയും ഇന്നയുടെ സഹോദരിമാരെയും കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ കിതാബിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഒരു മുബത്തദഉം ഖബറും, അതിൽ ഇന്ന പ്രവേശിക്കും, അല്ലെങ്കിൽ ഇന്നയുടെ സഹോദരിമാർ പ്രവേശിക്കും. എന്നിട്ട് ആദ്യത്തെ ഇസ്മിനിക്ക്, അതായത് നേരത്തെ മുബത്തദ ആയിരുന്ന ഇസ്മിനിക്ക് നസ്ബ് ചെയ്യും, ഖബർ അതിന് റഫ്ഉം ചെയ്യും. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഉദാഹരണം നോക്കാം നമുക്ക്. ഇന്നൽ ഖുർആന ദുസ്തൂറുൽ മുസ്ലിമീൻ. ഇന്നൽ ഖുർആന ആണ്. ശരിക്കത് അൽ ഖുർആൻ ദുസ്തൂറുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഭരണഘടനയാണ് എന്ന ഒരു മുബത്തദഉം ഖബറുമായിരുന്നു. അപ്പൊ അത് ശക്തിപ്പെടുത്തി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അതിൽ നമ്മൾ എന്ത് കൊടുത്തു? ഇന്ന എന്ന് ചേർത്ത് കൊടുത്തു. ഇന്നൽ ഖുർആന ദുസ്തൂറുൽ മുസ്ലിമീൻ എന്ന് ചേർത്ത് കൊടുത്തു. അപ്പൊ ഖുർആനു എന്നത് ഇന്ന വന്നപ്പോൾ അൽ ഖുർആന എന്നായി മാറി. ലാഭം ആഗ്രഹിച്ചു. അടുത്തത് നോക്ക് നിങ്ങൾ. ഉദാഹരണം, അലിംന, ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ ഉറപ്പിക്കുന്നു, അന്നൽ ലുഗത്തൽ അറബിയത്ത, തീർച്ചയായും അറബി ഭാഷ, തീർച്ചയായും അറബി ഭാഷ, അലൈക്കും സലാം, ഹുവിയത്തുന, അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ ഉറപ്പിക്കുന്നു. അപ്പൊ അല്ലുഗത്തു അൽ അറബിയത്തു ഹുവിയത്തുന എന്നുള്ള ഒരു മുബത്തദഉം ഒരു ഖബറുമാണ് അവിടെ ഉണ്ടാവുക. അന്ന വന്ന സമയത്ത് അല്ലുഗത്ത അൽ അറബിയത്ത എന്ന് പറഞ്ഞു. അറബിയത്ത് എന്നുള്ളതിന് സിഫത്താണ്, ഭാഷക്ക് സിഫത്താണ്. അല്ലുഗത്ത് എന്നുള്ളതിന് സിഫത്താണ്. ഹുവിയത്തുന എന്നുള്ളത് അതിന്റെ ഖബറും ആണ്. ഒന്നുകൂടി പറയാട്ടോ, തലക്കൊന്നുകൂടി പറയാം, ശ്രദ്ധിക്കണേ. അടുത്ത ഉദാഹരണം നോക്ക് നിങ്ങൾ. കഅന്നൽ ജാമൂസ ഫീലുൻ, പോത്ത് ആനയെ പോലെയുണ്ട്. ഒരു പത്രത്തിലോ ഏതോ ഒരു വാർത്ത കണ്ടിരുന്നു. എത്രയോ കിലോ ഉള്ള ഒരു പോത്ത്, അതിന് കോടിക്കണക്കിന് രൂപ വില ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടിരുന്നു. വലിയ പോത്താണ്. ആ പോത്ത് ആനയെ പോലെയുണ്ട്. അതൊരു താരതമ്യപ്പെടുത്തലാണ്. അന്നൽ ജാമൂസ ഫീലും. അടുത്ത നോക്ക് നിങ്ങൾ. അതൈത്തുൽ മദ്രസ, ഞാൻ സ്കൂളിൽ ചെന്നു. ലാക്കിന്നൽ ബാബ, പക്ഷേ, സ്കൂളിൽ പോയാൽ സ്കൂളിൻ്റെ വാതിലൊക്കെ തുറന്ന് സ്കൂളിൽ കയറി ക്ലാസ്സിലിരുന്ന് പഠിക്കുകയാണ് സാധാരണ ചെയ്യേണ്ടത്. പക്ഷേ അൽ ബാബ, വാതിൽ, മുഖ്ഫലും, ലോക്ക്ഡ് ആണ്, അടക്കപ്പെട്ടിട്ടുണ്ട്, പൂട്ടിയിടപ്പെട്ടിട്ടുണ്ട്. വലാക്കിന്നൽ ബാബ മുഖ്ഫലുന്നായി.
അടുത്ത ഉദാഹരണം നോക്ക് നിങ്ങൾ. ലൈത്ത മാ അൽ ബഹരി അദ്ബുൻ. മാ അ ലൈത്ത മാ അൽ ബഹരി അദ്ബുൻ. സമുദ്രത്തിലെ വെള്ളം കുടിക്കാൻ ശുദ്ധജലമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. നടക്കാത്തൊരാഗ്രഹമാണത്. സാധാരണ സമുദ്രത്തിലെ വെള്ളം ശുദ്ധജലമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അടുത്ത നോക്ക് നിങ്ങൾ. ലഅല്ലൽ ഉസ്താദ നായിമുൻ ഫിൽ ഗുർഫത്തി. ഉസ്താദ് റൂമിൽ ഉറങ്ങുകയാവാം. ഉസ്താദ് റൂമിൽ ഉറങ്ങുകയാവാം. ഇവിടെ ഒക്കെ ഒരു മുബ്തദഉം ഒരു ഖബറും മിനിമം ഉണ്ട്. ചിലപ്പോൾ മുബ്തദഇനൊരു വിശേഷണം കൂടി കൊടുത്തിട്ടുണ്ടാവും. ഈ സ്ഥലങ്ങളിലൊക്കെ ആ മുബ്തദഇന് ഇസ്മിനെ, ഇസ്മാണല്ലോ മുബ്തദ, തുടങ്ങുന്ന ഇസ്മിനിക്കാണ് മുബ്തദ എന്ന് പറയാം. നമ്മൾ സംസാരം തുടങ്ങുന്ന ഇസ്മിനെ, അതിൻ്റെ മുമ്പിൽ ഇന്ന, അതിൻ്റെ സഹോദരിമാർ, ഇന്നയുടെ സഹോദരിമാർ വന്ന സമയം അതിൻ്റെ ഇഴറാബിൽ മാറ്റം വരുത്തി. ക്ലിയർ ആണോ? പറയും അസീസ്ക. ഓക്കെ ആണോ? റഫി ഭായ്, ഫാറൂഖ് ഭായ്, അഫ്സല്, റഷീദ് ക, സാദിഖ് അലി. ഇന്നയും ഇന്നയുടെ സഹോദരിമാരും ഒരു മുബ്തദഇന്റെയും ഖബറിന്റെയും മുൻപിൽ വന്നു കഴിഞ്ഞാൽ ആ മുബ്തദഇനിക്ക് നസ്ബ് ചെയ്യും, ഖബറിനിക്ക് റഫ്ഉം ചെയ്യും. ഇന്നയാണ് അവിടെ അമല് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്നയുടെ സഹോദരിമാരാണ് അവിടെ അമല് ചെയ്യുന്നത്. യെസ്. ജറിന്റെ പാഠം കഴിഞ്ഞു. 100 ആമിലുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ജറിന്റെ ആമിലുകൾ 19 കഴിഞ്ഞു. അത് ചോദ്യം ചോദിക്കാത്ത എന്താണെന്നാണ് നമ്മളെ ഡോക്ടർ സാഹിബ് ചോദിക്കുന്നത്. ലാസ്റ്റ് ചോദിക്കാം. ഞാൻ മറന്നുപോയി. നിങ്ങളെ ഗ്രൂപ്പിലൊന്ന് ഓർമ്മപ്പെടുത്തണ്ടേ. നമ്മുടെ ഗ്രൂപ്പിൽ എൻ്റെ മെസ്സേജ് മാത്രം, അല്ലെങ്കിൽ ഉസ്താദിൻ്റെ മെസ്സേജ് ഉണ്ടാവും. ഇന്ന് ക്ലാസ് ഉണ്ട്, വേറൊരു മെസ്സേജും അതിലില്ല. നിങ്ങളത് ചോദിക്കണ്ടേല്. ഞാൻ മറന്നുപോയി. സത്യം പറഞ്ഞാൽ മറന്നു. ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ അത് ഗ്രൂപ്പിലൊന്ന് മെൻഷൻ ചെയ്താൽ മതി. ഗ്രൂപ്പിൽ നിങ്ങൾ വരും. ഗ്രൂപ്പിൽ എത്ര ആളുണ്ട് അറിയുങ്ങൾ? ഞാനിന്ന് നോക്കുന്ന സമയത്ത് 26 മെമ്പർമാരുണ്ട്. ഞങ്ങൾ രണ്ടാളെ മാറ്റി നിർത്തിയാൽ 24 ആളായി. ഇതിൽ വന്ന മെസ്സേജ്, അതെ, ഇതിൽ വന്ന മെസ്സേജ്, ഇന്ന് വന്ന മെസ്സേജ് ഇന്ന് ക്ലാസ് ഉണ്ട് എന്നുള്ളത്. പിന്നെ ജോയിൻ ഫാസ്റ്റ്. ഇന്നലെ വന്ന മെസ്സേജ് ജോയിൻ പ്ലീസ്. മിഞ്ഞാന്ന് വന്ന, വ്യാഴാഴ്ച വന്ന മെസ്സേജ് ജോയിൻ. കഴിഞ്ഞ ബുധനാഴ്ച ഒരു മെസ്സേജ് നമ്മുടെ ഷാഫി അയച്ചു, ഇന്ന് ക്ലാസ് ഇല്ലേ എന്ന് വെച്ചിട്ട്. അപ്പോൾ അതാണ് നിങ്ങളൊരു മെസ്സേജ് അതിൽ വരാൻ പൂതിയായിരിക്കണം ആ ഗ്രൂപ്പിൽ. പിന്നെ അതിൻ്റെ മുമ്പ് സൽമാൻ ഉസ്താദ് ഇന്ന് തജ്വീദിൻ്റെ ക്ലാസ്, അതിൻ്റെ മുമ്പ് എൻ്റെ വോയിസ്, എൻ്റെ മെസ്സേജ് തന്നെ അതിലുണ്ട്. നിങ്ങളുണ്ട്, നിങ്ങളത് ഇല്ലേ എന്നുള്ള ചോദ്യമുണ്ട്. നിങ്ങൾ ഈ അങ്ങനെ മെസ്സേജ് അയക്കുകയും ചെയ്യരുത്. അല്ല, ഇതൊക്കെ ചോദിക്കാന്ന് ഇങ്ങനെ. ഇപ്പോ ഓർമ്മപ്പെടുത്തിയാൽ പറയാലോ. അല്ലെങ്കിൽ നമ്മളെന്തെന്ന് വെച്ചാൽ ഇപ്പൊ ഇതിന്റെ കണ്ടുപിടിച്ച് പറയാം. പക്ഷെ അത് കുറച്ച് സമയം അങ്ങനെ പോകും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിന്റെ സമയം നഷ്ടപ്പെടേണ്ട. മെസ്സേജ് അയച്ചോളൂ. നിങ്ങൾക്ക് എന്ത് മെസ്സേജും അയക്കാം. അത് നല്ലതാണ്. കാരണം ഒരാൾക്ക് അറിയാത്ത വിഷയം പറയുമ്പോൾ ചിലപ്പോൾ അതറിയാത്ത മറ്റൊരാളുണ്ടാവും. അദ്ദേഹത്തിനും കൂടി അത് മനസ്സിലാവലും പഠിക്കലും ഒക്കെ ആവാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ജെറ് ചെയ്യുന്ന 19 ആമിലുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയുന്നത് 6 ആമിലാണ്.
19 മാറും 25 ആമിലുകൾ ഇന്ന് നമ്മൾ പഠിക്കുകയാണ്. ഇന്നത്തോടു കൂടി 25 പഠിച്ചു. അപ്പം 4ൽ ഒരു ഭാഗം നമ്മൾ പഠിച്ചു. ആമിലുകൾ കൊണ്ട് ഉദ്ദേശം ഇസ്മുകൾക്കോ ഫിഇലുകൾക്കോ മോറബ് ഉണ്ടല്ലോ, മോറബായ ഇസ്മുകളും മോറബായ ഫീലും ഉണ്ടല്ലോ, അവകൾക്ക് റഫ്, ജറ്, നസ്ബ്, ജസ്മ് ഇവകൾ കൊടുക്കുന്ന പണിയെടുക്കുന്നവർ. ഉദാഹരണം, ഇന്ന എന്നത് ഒരു ആമിലാണ്. ഇന്നയുടെ പണി ഇസ്മിനിക്ക് നസ്ബ് കൊടുക്കുക, ഖബറിനിക്ക് റഫ് കൊടുക്കുക എന്നാണ്. ആമിൽ എന്ന് പറഞ്ഞാൽ തൊഴിലാളി, പണിക്കാരൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അറബി ഭാഷയിലെ അറബി പദങ്ങൾ നമുക്ക് പല രൂപത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് പോലെ ആമില് മഅമൂല് എന്ന രൂപത്തിൽ ഡിവൈഡ് ചെയ്യാം. ആമില് മഅമൂല് അറബി ഭാഷയിലെ ഏത് പദം എടുത്ത് പരിശോധിച്ചാലും നമ്മൾ ആദ്യം പറഞ്ഞു ഇസ്മാകും, അല്ലെങ്കിൽ ഫീലാകും, അല്ലെങ്കിൽ ഹർഫാകും. അത് അതിൻ്റെ സ്ട്രക്ചർ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇനി പറയുന്നത് ആമിലാണ് മഅമൂലാണ്, അങ്ങനെയാവും. ആമിൽ എന്ന് പറഞ്ഞാൽ പണി കൊടുക്കുന്നത്, മഅമൂൽ എന്ന് പറഞ്ഞാൽ പണി കിട്ടിയത്. ഇവിടെ പണി എന്ന് പറഞ്ഞാൽ മുറബാണെങ്കിൽ ഇറാബ് കിട്ടും, മബിനി ആണെങ്കിൽ മബിനിയാകും. അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇപ്പോഴത്തെ പണി. അതിനാണ് ആമിൽ മഅമൂൽ എന്ന് പറയുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമുക്ക് ഒരു അറബി സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യണം. ആദ്യം ചെയ്യേണ്ട പരിപാടി അത് ഇസ്മാണോ ഫിഇലാണോ ഹർഫാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ആദ്യം ചെയ്യേണ്ട പരിപാടി അതാണ്. ഇസ്മാണെങ്കിൽ മുഅറബാണോ മബിനിയാണോ, ഫിഇലാണെങ്കിൽ മാദിയാണോ മുദാരിആണോ അംറാണോ, ഹർഫാണെങ്കിൽ ഒന്നുമില്ല, എല്ലാം മബിനിയാണ്. ഹർഫുകൾ മുഴുവൻ മബിനിയാണ്. അതൊന്നിരിക്കെ ഫത്ഹിൻ്റെ മേൽ മബിനി, അല്ലെങ്കിൽ കസ്റിൻ്റെ മേൽ മബിനി, ലമ്മിൻ്റെ മേൽ മബിനി, സുക്കൂനിൻ്റെ മേൽ മബിനി, ഇങ്ങനെ ആയിരിക്കും ഹർഫുകൾ. ഇസ്മാണെങ്കിൽ ഒന്ന് ഒരു പക്ഷേ മുഅറബായിരിക്കും, അല്ലെങ്കിൽ മബിനി ആയിരിക്കും. ഫിഇലാണെങ്കിൽ ഒന്നിരിക്ക മാളി ആയിരിക്കും, അല്ലെങ്കിൽ മുലാരി ആയിരിക്കും, അല്ലെങ്കിൽ അംറായിരിക്കും, അല്ലെങ്കിൽ നെഹി ആയിരിക്കും. നെഹിനെ ഞാൻ വേറെ എണ്ണാത്തത് നെഹി മുലാരി തന്നെയാണ്. ലാ എന്നുള്ളത് ഇതിൻ്റെ മുമ്പ് ചേർന്നേ ഉള്ളൂ. നെയ്യും മുലാരി തന്നെയാണ്, മുലാരിയായ ഫീൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ നോക്കും, അപ്പോൾ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യും. മാലി ഫത്ഹിൻ്റെ മേൽ മബിനിയാണ്, അമ്ര സുക്കൂനിൻ്റെ മേൽ മബിനിയാണ്, മുലാരി മാത്രമേ മുഅറബുള്ളൂ, മുലാരി മാത്രം. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം നിങ്ങളിത് എഴുതി വെക്കണം, നല്ലതാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. നമുക്കൊരു അറബി സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ, അറബി പദം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ചിന്ത പോകേണ്ടത് വെദർ ഇറ്റ് ഈസ് ഇസ്ം ഫിഇൽ ഓർ ഹർഫ്. അത് ഇസ്മാണോ ഫിഇലാണോ ഹർഫാണോ. അപ്പോൾ ഉത്തരം കിട്ടി, ഇസ്മാണെന്ന് കിട്ടി. യെസ്, ഓക്കെ, ഇസ്മാൻ. ഇസ്മാണെങ്കിൽ മുഅറബാണോ മബിനിയാണോ, ഉത്തരം കിട്ടി, മബിനിയാണ്. ഓ, അല്ലെങ്കിൽ മുഅറബാണ്, ഉത്തരം കിട്ടി. മുഅറബാണെങ്കിൽ എന്താണ് അതിന് ഇറാബ്? റഫ് ആണോ, ജറാണോ, നസ്ബാണോ? ഓ, റഫ് ആണ്. റഫ് എന്ന് കിട്ടി, റഫ് ഇത് കിട്ടി. യെസ്. എന്നാൽ എങ്ങനെയാണ് അതിന് റഫ് കിട്ടിയത്? ലമ്മത്ത് കൊണ്ടാണോ, വാവ് കൊണ്ടാണോ, അലിഫ് കൊണ്ടാണോ കിട്ടിയത്, അല്ലെങ്കിൽ സങ്കല്പിക്കലാണോ? ലമ്മത്ത് കൊണ്ടാണ് റഫ്. യെസ് യെസ്, ഫൈനൽ. ഇതിനിക്ക് ലമ്മത്ത് കൊണ്ട് റഫ് കൊടുത്ത ആമിൽ ഏതാണ്? ആലോചിച്ചപ്പോൾ ആമിലും കിട്ടി. അപ്പോൾ നമ്മൾ ആ ഒരു പദത്തിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും നമ്മളവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞതല്ലാതെ ആ പദം വേറൊരു പദം ആവൂല. ഓക്കെ, സെക്കൻഡുകളെ കൊണ്ട് വേണമെന്നില്ല, മിനിറ്റുകളെ കൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ആ
ആ സെക്കൻഡ് ആ കുറെയൊക്കെ നമുക്ക് മനസ്സിലാവും. ഇപ്പതാ റോബോട്ടൊന്നുമല്ല, ഇത് നിങ്ങൾ തന്നെ ആവും. നിങ്ങൾ ഇത് ഞാൻ ഈ ഒരു 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇത് പറയും. നിങ്ങൾ തന്നെ ഓരോരുത്തർ ഇത് പറയും. അത് ഇവിടേക്ക് നിങ്ങൾ എത്തും. അപ്പോൾ നിങ്ങൾ തോന്നും ഇതൊക്കെ നമ്മൾ തന്നെ റോബോട്ട്. എൻ്റെ പേരിൻ്റെ തുടക്കത്തിലും ആറാണ്, റോബോട്ടിൻ്റെ തുടക്കത്തിലും ആറാണ് എന്ന് റഷീദൊക്കെ പറയാം. സിമ്പിളാണ്. ഇൻഷാ അല്ലാ. ഇസ്മാണോ ഫേലാണോ ഹർഫാണോ എന്ന് നമുക്ക് തിരിഞ്ഞാൽ പിന്നെ തിരിയാൻ പണിയാണ്. ഇതാണ് നമ്മൾ തിരിയും, അപ്പൊ ഒക്കെ തിരിയും. നോക്കാം, ഇവിടെ തന്നെ ഞങ്ങൾ നോക്ക്. വമിൻഹ, വ എന്നതൊരു പദമാണ്, ഹർഫാണ്. അത് ഫത്ഹിന്റെ മേൽ മബിനിയാണ്. മിൻ എന്നത് ജറ് ചെയ്യുന്ന ഹർഫാണ്, ആമിലാണ്, സുക്കൂനിന്റെ മേൽ മബിനിയാണ്. ഹ എന്നത് മജ്റൂറാണ്, ലമീറാണ്, ഇസ്മാണ്. അത് ലമീറുകൾ മബിനി ആയതുകൊണ്ട് ജറ് നമുക്ക് അവിടെ കാണാൻ സാധിക്കൂല. ജറ് കാണാൻ എന്താവൂല, സാധിക്കൂല. മബിനിയാകുമ്പോൾ ഒരേ രൂപത്തിൽ തന്നെയല്ലേ നിൽക്കുക, മബിനി വ്യത്യാസപ്പെടൂലല്ലോ. അല്ല, മബിനി വ്യത്യാസപ്പെടാതെ അങ്ങനെ നിൽക്കൂലേ. അപ്പോൾ ഒരേ രൂപത്തിൽ തന്നെ നിൽക്കുക. ഓക്കെ അല്ലേ? ആ, ഇത് ജാമിയത്തുൽ നിന്റെ പതിപ്പാണ് ഈ കിതാബ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. എൻ്റെ PDF സൗകര്യമായതുകൊണ്ട് എടുത്തതാണ്. പിന്നെ അടുത്ത ആള് എന്താ റഷീദൊക്കെ പറഞ്ഞേ? എങ്ങനെ റഫ് കിട്ടി? ആ യെസ്, ആ ഫീല് മാല് ഉണ്ട്. അതും ഇതേപോലെ പറയും. മാലിയാണോ മുലാരിയാണോ അമ്രാണോ നോക്കും. മാലി ആണെങ്കിലും അമ്രാണെങ്കിലും കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല. മാലി മബിനിയാണ്, അമ്രും മബിനിയാണ്. അമ്രു സുക്കൂന്റെ മേൽ അഭിനയാണ്, മാലി ഫത്തിന്റെ മേൽ അഭിനയാണ്. മുലാരി ആണെങ്കിൽ ചർച്ച ചെയ്യണം. മുലാരി ഇവിടെ അതിന്റെ ഇറാബ് എന്താണ്? റഫ് ആണോ, നസ്ബാണോ, ജസ്മാണോ? ജെറ് ഫീൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ജെറിനെ കുറിച്ച് നമ്മൾ ചർച്ച അല്ല. നേരത്തെ ഇസ്മിന്റെ അവിടെ ജസ്മിനെ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഇവിടെ റഫൽ ജെറ് ഇസ്മിൽ ഉണ്ടാവൂല. ആ ഫീല് മുലാരി റഫ് ആണ് എന്ന് വെക്കുക. റഫ് ആണെങ്കിൽ നമ്മൾ നോക്കുകയാണ് എങ്ങനെയാണ് അവിടെ റഫ്. ആ ലമ്മത്ത് കൊണ്ടാണ് റഫ്. യെസ്, അപ്പൊ ലമ്മത്ത് കൊണ്ട് റഫ്. എന്താ ആ ലമ്മത്ത് കൊണ്ട് അതിന് റഫ് കൊടുത്ത ആമിൽ ഏതാണ്? അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പറയും. ഹുലുവ് എന്നൊരാ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഇല്ലല്ലേ. ഹുലുവ് നാസിബിനെ തൊട്ടും ജാസിമിനെ തൊട്ടും ഒഴിവാവുക, നാസിബ് ജാസിമ് എന്നിവ ഒഴിവായി പോവുക എന്ന് പറഞ്ഞിട്ടൊരു ഇത് പറഞ്ഞല്ലോ. നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ റാഫിയുൽ മുലാരി എന്ന് പറഞ്ഞിട്ടൊരു പാഠം നഹ്വുൽ വാദിയിൽ ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ആ അത് പഠിക്കും, ഇവിടെ വരും. ഞാൻ അവിടെ ഇതിൽ വരുന്നുണ്ട്. അത് 100 ആമിലുകളിൽ പെട്ട ഒരു ആമിലായിട്ട് വരും. ഇപ്പോൾ ഇതിൽ കണ്ടോ നിങ്ങൾ, തൻസിബു എന്നുള്ളത് മുലാരിയായ ഫീലാണ്. തൻസിബു എന്നത് മുലാരിയായ ഫീലാണ്. അഫ്സലെ ഓക്കെ, തൻസിബു എന്നുള്ളത് മുലാരിയായ ഫീലാണ്. ആ മുലാരിയായ ഫീലിനിക്ക് റഫ് കൊടുത്തത് ഹുലുവ് എന്ന് പറയും. ഹുലുവ് എന്ന് പറഞ്ഞാൽ നസ്ബ് ചെയ്യുന്ന ആമിൽ അതിൻ്റെ മുമ്പിലില്ല, ജസ്മ് ചെയ്യുന്ന ആമിലും അതിൻ്റെ മുമ്പിലില്ല. ഇല്ലാതെ ഇരിക്കുക എന്നുള്ളത് ഒരു ആമിലാണ്. രണ്ടും ഇല്ലാതിരിക്കുക, രണ്ടും ഇല്ലെങ്കിൽ റഫാണ്. അപ്പൊ നമ്മൾ അതിന് ആമിൽ പറഞ്ഞു ഹുലുവ്. ഹുലുവ് എന്ന് പറഞ്ഞാൽ അത് ആമിലാണ്, റഫ് ചെയ്യാണ്, റഫ് ചെയ്യുന്ന ആമിലാണ്.
ഇങ്ങനെ ഓരോന്നും നമ്മൾ പറയും. ഇപ്പോൾ റഷീദ് ഖാനോട് ഒരു ഉദാഹരണം പറഞ്ഞാണ് ഞാൻ. മുതാരിയാകുമ്പോൾ എന്താ എങ്ങനെ പറയാന്നുള്ളതിന് ഉദാഹരണം പറഞ്ഞു. ഇനി അവിടെ എന്തു പറഞ്ഞു? ലൈ യദ്രിബ എന്നാണ് പറഞ്ഞ് വിചാരിക്കുക. ലൈ യദ്രിബ. അപ്പോൾ ആ മുതാരി യദ്രിബ എന്നുള്ള മുതാരിയായ ഫീല് മൻസൂബാണ്, നെസ്ബ് കിട്ടിയതാണ്. ഫതഹത്ത് കൊണ്ടാണ് നെസ്ബ് കിട്ടിയത്. നെസ്ബ് ചെയ്ത ആമില് ലെൻ എന്ന നെസ്ബ് ചെയ്യുന്ന ഹർഫാണ്. ഇൻഷാ അല്ലാഹ് ഇതിൽ തൊട്ട് ശേഷം ആ മറ്റ് ജസ്മ് ചെയ്യുന്നു നെസ്ബ് ചെയ്യുന്നതുമായ ഹർഫുകളാണ് പറയാം. ക്ലിയർ അല്ലേ? ഇങ്ങനെ ഓരോന്നും പറയും റഷീദ് ഖാൻ. ഇങ്ങനെ നമ്മൾ ഓരോന്നും പറയും. ഓരോന്നും പറയും. ഇപ്പൊ ഹർഫാണെങ്കിൽ എന്താണ്? ഇപ്പൊ ഞാൻ അത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ നെഹ്വുൽ വാദിഹ് നമ്മൾ തുടങ്ങി. അത് നമ്മളിപ്പോ ഇതൊരു പുതിയൊരു വിഷയമായതുകൊണ്ടുള്ള ഒരു ചെറിയൊരു, എന്നാലും നിങ്ങൾക്ക് കുറെയൊക്കെ ക്ലിയർ അല്ലേ? കുറെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണോ? തത്വം വായിക്കുമ്പോഴാണ് എന്താണെന്ന് അറിയാം, ഏത് കിതാബും നമുക്ക് വായിക്കാൻ കഴിയും. ഏത് കിതാബും ഇനി ഹർക്കത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് വായിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിക്കും എന്ത്, ഇതെന്താ വായിക്കുക, ഇന്നാന്നാണോ അന്നാന്നാണോ? അപ്പൊ ഇന്ന വായിക്കണമെങ്കിൽ ഒരു സെന്റൻസിന്റെ തുടക്കത്തിലാണ് ഇന്ന വരിക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇന്നാന്നാണ്. ഇനിയോ ഇടയിൽ വെച്ച് വരികയാണെങ്കിൽ അന്നാന്നാണ് വായിക്കേണ്ടത്, അത് അന്നയാണ്. അങ്ങനെ ഓരോന്നും ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കും. നോക്കാം. അപ്പോൾ ഞാൻ വായിക്കാം. അന്ന തുടക്കത്തിൽ വരില്ല. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലേ? ഫഅലം എന്നുള്ളതിനും ശേഷമാണ് അന്ന വന്നത്. നോക്കാം. ഇന്ന ഇടയിൽ വരില്ല. ഇന്ന കാല എന്ന് പറഞ്ഞ ഒരു പദത്തിന് ശേഷം വരും. കാല ഇന്ന, അതിന് ശേഷം ഇന്ന വരും. അല്ലാതെ ഇന്ന വരില്ല. ഇന്ന തുടക്കത്തിലേ വരും. ഏതൊരു സെന്റൻസിന്റെയും തുടക്കത്തിലേ ഇന്ന വരും. പോയോക്കല്ലേ? പോയോക്ക റഷീദ് ഖാൻ എല്ലാവരും സാദിഖ് ഭായ് 2 ഫോണിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. 2 സാദിഖ് അലിയാണത്? അതോ ഒരു സാദിഖ് അലി 2 ജോയിൻ ചെയ്താ? ഫാറൂഖ് ഭായ് ഓക്കെ അല്ലേ? അഫ്സലേ, അഫ്സൽ ഇന്നലത്തെ ക്ലാസ് കേൾക്കണേ. സിമ്പിളാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഈ റെക്കോർഡ് ലെങ്തി ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പോയിന്റ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന ഒരു രൂപം എത്താട്ടോ. ഞങ്ങളോട് അഭിപ്രായം ചോദിച്ചിരുന്നു അത് മുമ്പ്. നമ്മൾ ആദ്യം മുതലേ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ വോയിസ് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞതിനനുസരിച്ച് മാറ്റാം. ആ ആ അതെ. ആ ഓക്കെ. യെസ് അത് നല്ല അഭിപ്രായം. യെസ് യെസ്. അപ്പം നോക്കാം. 19 ആമിൽ നമ്മൾ ഇന്നലെ പഠിച്ചു. ഇനി വമിൻഹ, ആ 100 ആമിലുകളിൽ പെട്ടതാണ് മിൻ. ജെറിയുന്ന അക്ഷരം ഇന്നലെ പഠിച്ചില്ലേ? മിൻ ജെറിയുന്ന അക്ഷരമാണ്. ഹാ അതിൻ്റെ മജ്റൂറാണ്, ജെറ് കിട്ടിയതാണ്. എവിടെ ജെറ് കിട്ടിയിരിക്കണേ? അപ്പോഴാണ് നമ്മൾ പറയാം അത് മോറബല്ല. മോറബാണെങ്കിൽ ജെറ് കാണുമായിരുന്നു. മോറബാണെങ്കിൽ ജെറ് കാണുമായിരുന്നു. ഇത് ജെറ് കാണൂല, മബിനിയാണ്. യെസ്. വമിൻഹ 100 ആമിലുകളിൽ പെട്ടതാണ് ഹുറൂഫുൻ, ചില ഹർഫുകൾ. എങ്ങനെയുള്ള ചില ഹർഫുകളാണ്? തൻസിബു, ആ ഹർഫുകൾ നസ്ബ് ചെയ്യും. അലിസ്മ, ഇസ്മിനിക്ക് നസ്ബ് ചെയ്യും. ആ ഹർഫുകൾ ഇസ്മിനിക്ക് നസ്ബ് ചെയ്യും. വതർഫഉൽ ഖബറ, ഖബറിനിക്ക് റഫ്ഉം ചെയ്യും. ഇസ്മിനിക്ക് നസ്ബും ഖബറിനിക്ക് റഫ്ഉം ചെയ്യുന്ന
ചില ഹർഫുകൾ 100 ആമിലുകളിൽ പെട്ടതാണ്. വഹിയ അവകൾ സിത്തത്തുൻ 6 വഹിയ അവകൾ സിത്തത്തുൻ 6 ഏതൊക്കെയാണ് 6? ഇന്ന 1, വ അന്ന 2, വ കഅന്ന 3, വ ലാകിന്ന 4, വ ലൈത 5, വ ലഅല്ല 6. നോക്കാം. ഇന്ന നഹ്വു ഉദാഹരണം: ഇന്നൽ ഖുർആന തീർച്ചയായും ഖുർആൻ ദുസ്തൂറുൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ ഭരണഘടനയാണ്. മുസ്ലിമീങ്ങളുടെ ഭരണഘടനയാണ് ദുസ്തൂർ അൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ ഭരണഘടനയാണ്. അപ്പൊ ഇന്ന വന്നപ്പോൾ അൽ ഖുർആന, ദുസ്തൂറു ഖബർ, ദുസ്തൂറു ഖബർ, ഖബറിന് റഫീ. അടുത്തത് വ അന്ന നഹ്വു: അലിംന ഞങ്ങൾ ഉറപ്പിക്കുന്നു, അലിംന ഞങ്ങൾ ഉറപ്പിക്കുന്നു, അന്നൽ ലുഗത തീർച്ചയായും ഭാഷ, അൽ അറബിയ്യത അറബി ഭാഷ, അറബി ഭാഷ, ഹുവിയത്തുന അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്, ഞങ്ങളുടെ അസ്തിത്വമാണ് എന്ന് ഞങ്ങൾ ഉറപ്പിക്കുന്നു. എന്താണ് ഈ അന്ന ഇടയിൽ വരാൻ കാരണം എന്താണെന്ന് അറിയുന്നത് നിങ്ങൾ? അലിംന എന്ന് പറഞ്ഞാൽ അത് ഫീലും ഫായിലുമായി. ഞങ്ങൾ ഉറപ്പിക്കുന്നു, ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ്. അതിൻ്റെ മഫ്ഊലാണ് അന്നൽ ലുഗത്തൽ അറബിയത്ത ഹുവിയത്തുന എന്നുള്ളത്. അപ്പം മഫ്ഊലായിട്ട് വരുന്നതിനെ ഒരു മഫ്ഊലാക്കണമെങ്കിൽ ഇന്ന വന്നിട്ട് കാര്യമില്ല, അവിടെ അന്ന വരണം. ഈ അന്നക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ശേഷമുള്ളതിനെ ഒരു മഫ്ഊല് ആക്കും, ചിലപ്പോൾ ഫായിലാക്കും, ചിലപ്പോൾ അതൊരു ഖബറാക്കും, അങ്ങനെയൊക്കെ വരും. ഇവിടെ പിന്നെ ഇടയിൽ വരിക എന്നുള്ളത് ഒന്നും കൂടിയുണ്ട്. പിന്നെ അതിൻ്റെ ഈ അലിംന എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉറപ്പിക്കുന്നു, ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്തിനെ മനസ്സിലാക്കുന്നു, എന്തിനെ ഉറപ്പിക്കുന്നു? ഇതിനെ. ആ ഇത് എന്നുള്ള സംഗതിയാണ് അത് അന്നൽ ലുഗത്തൽ അറബിയ്യത്ത ഹുവിയത്തുന എന്നുള്ളത്. റാഫിക്ക ക്ലിയർ ആയോ? റാഫിക്ക, ഫാറൂഖ് ഭായ് മുണ്ടുന്നില്ലല്ലോ. ആ, അടുത്തത് വക അന്ന. ശ്രദ്ധിക്കണേ. നഹ്വു ക അന്നൽ ജാമൂസ പോത്ത് ആയ പോലെയുണ്ട്, ഫീലുൻ ആന പോലെയുണ്ട്. അപ്പൊ ജാമൂസ നസ്ബ് ചെയ്തു, ഫീലുൻ റഫ്ഉ ചെയ്തു. വലാകിന്ന നഹ്വു അതൈതുൽ മദ്റസത ഞാൻ മദ്രസയിൽ പോയി. വലാകിന്ന വലാകിന്നൽ ബാബ പക്ഷേ വാതിൽ മുഖ്ഫലുൻ അടക്കപ്പെട്ടിട്ടുണ്ട്, താഴിട്ടപ്പെട്ടിട്ടുണ്ട്, പൂട്ടപ്പെട്ടിട്ടുണ്ട്. വലാകിന്നൽ ബാബ മുഖ്ഫലുൻ. വലൈത നഹ്വു ലൈത മാ അൽ ബഹ്രി സമുദ്രത്തിലെ ജലം ആയിരുന്നുവെങ്കിൽ നന്നായിരുന്നു. അദ്ബുൻ ശുദ്ധജലമായിരുന്നുവെങ്കിൽ നന്നായിരുന്നു. സമുദ്രത്തിലെ ജലം ശുദ്ധജലമായിരുന്നുവെങ്കിൽ. മാ എന്നുള്ളത് ലൈത്തന്റെ ഇസ്മാണ്, നസ്ബ് ചെയ്തു. അൽ ബഹരി എന്നുള്ളത് മുലാഫ് ഇലൈഹി. അദ്ബുൻ എന്നുള്ളത് ആ ലൈത്തയുടെ ഖബറാണ്. ലൈത്ത മാ അൽ ബഹരി അദ്ബുൻ. വലഅല്ല നഹ്വു ലഅല്ലൽ ഉസ്താദ ഉസ്താദ് ആയേക്കാം. നായിമുൻ ഉറങ്ങുന്നവനായേക്കാം. ഫിൽ ഗുർഫത്തി മുറിയിൽ ഉറങ്ങുന്നവനായേക്കാം. അപ്പോ ഇന്ന അന്ന കഅന്ന ലാകിന്ന ലൈത ലഅല്ല. ഇന്ന അന്ന കഅന്ന ലാകിന്ന ലൈത ലഅല്ല പറഞ്ഞു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എവിടെയെങ്കിലും സംശയം ഉണ്ടോ? ഇപ്പൊ തന്നെ പഠിച്ചൂടെ അത്? ഇന്ന അന്ന കഅന്ന ലാകിന്ന ലൈത ലഅല്ല.
ഇതിന്റെ ഇതിന്റെ ആ ആ അതെ. അദ്ബു എന്നുള്ളത് ലൈത്തന്റെ ഖബറാണ്. റഫ് അങ്ങനെ കിട്ടി. ലൈ ആ ലൈത്ത മാ അൽ ബഹരി. അൽ ബഹരി എന്നുള്ളത് മുലാഫിലേഹി. മുലാഫിലേഹിക്ക് ജെറ് കൊടുക്കുന്നത് മുലാഫാണ്. മുലാഫിലേഹി എന്ന് പറഞ്ഞാൽ ചേർക്കപ്പെട്ടത്. മുലാഫ് എന്ന് പറഞ്ഞാൽ ചേർക്കപ്പെട്ടത്. അപ്പൊ ഈ മാ എന്നതൊരു ഇസ്മാണ്. അൽ ബഹർ എന്നുള്ളത് മറ്റൊരു ഇസ്മാണ്. പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഇതണ്ട അലമുൽ ഇലാഫത്തി കൗലാമു സൈദിൻ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണേ. അപ്പൊ ഇവിടെ ഇവിടെ ലൈത്ത മാ എന്നുള്ളത് ലൈത്തന്റെ ഇസ്മ് നെസ്ബ്. ഫത്തഹത്തോട് നെസ്ബ് ചെയ്ത ആമില് ലൈത്ത എന്ന ആമില്. അൽ ബഹരി മുലാഫുൻ ഇലൈഹി. മുലാഫുൻ ഇലൈഹി എന്ന് പറഞ്ഞാല് ഏതൊന്നിലേക്കാണോ ചേർക്കപ്പെട്ടത്. മാ എന്നൊരു ഇസ്മാണ്. ശ്രദ്ധിക്കണേ. മാ എന്നത് മാ അതൊരു ഇസ്മാണ്. അൽ ബഹർ എന്നുള്ളത് മറ്റൊരു ഇസ്മാണ്. അപ്പോ ഈ ഇസ്മിനെ ഇതിലേക്കണ്ട് ചേർത്തു. അപ്പൊ എന്തായി മാറി? മാ ഉൽ ബഹരി എന്നായിട്ട്. അത് ബഹരി എന്ന് വായിക്കണേ. മാ ഉൽ ബഹരി എന്നായി ചേർത്തപ്പോ. അപ്പോ ചേർക്കണ ആളാരാണ്? ഞാനാ ചേർക്കണ. നിങ്ങൾ പറയുമ്പോ നിങ്ങളാ ചേർക്കണ. എന്തിനാണ് ചേർത്തത്? മാഇനെ ചേർത്തു. എന്തിലേക്കാണ് ചേർത്തത്? ബഹറിലേക്ക് ചേർത്തു. അപ്പൊ മുലാഫിലേക്ക് എപ്പോഴും ജറായിരിക്കും. ഏതിലേക്ക് ചേർത്താലും ഏതൊന്നിലേക്കാണോ ചേർക്കപ്പെട്ടത് അതിനക്ക് ജറായിരിക്കും. ഇത് മാറ്റം വരും. ആദ്യത്തെ മാറ്റം വരും. ചിലപ്പോൾ അത് മാ ഉൽ ബഹർ എന്നാവും, മാ അൽ ബഹർ എന്നാവും, മാ ഇൽ ബഹരി എന്നും ആവും. ഏതിന് മാറ്റല്ല? അൽ ബഹരി എന്നുള്ളതിന് മാറ്റല്ല. ഇവിടെ കണ്ട് മുലാഫിലേഹി കുറേ ഉണ്ട്. മുലാഫിലേക്ക് ഒന്നും എന്തില്ല, ഒരു മാറ്റമല്ല. അത് ജറ് തന്നെ എപ്പോഴും. അതിന് ജെറ് കൊടുത്ത ആമിൽ ഏതാണ്? ഈ മാ എന്നുള്ളതാണ്. അത് നമ്മൾ മുലാഫ് എന്ന് പറഞ്ഞിട്ടൊരു ആമില്, മൂർണ്ണത്തിൽ പെടുന്ന ഒരു ആമില് ശേഷം വരുന്നത് മുലാഫ് ഒരു ആമിലാണ്. അത് ഇസ്മാണ്. ഇപ്പൊ നമ്മൾ ഹർഫിന്റെ കാറ്റഗറിയാണ് പറയുന്നത്. ആമിലുകളിൽ ഹർഫിന്റെ കാറ്റഗറിയാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം ജെറ് ചെയ്യുന്ന ഹർഫുകൾ, പിന്നെ ഇസ്മിനിക്ക് നെസ്ബും ഖബറിനിക്ക് റഫും ചെയ്യുന്ന ഹർഫുകൾ. ഓക്കെ ആണോ? ക്ലിയർ ആണോ റഫി ഭായ്? ഇതിന്റെ റഫാണ്. ലൈത്ത കൊണ്ട് റഫ് കിട്ടിയതാണ്. ഇവിടെ നോക്ക് നിങ്ങള്. ഇന്നൽ മുദർരിസ മുഖ്ബിലുൻ. തീർച്ചയായും മുദർരിസ് മുന്നോട്ട് വരുന്നുണ്ട്. അതിന് ഇറാവ് പറഞ്ഞത് കണ്ട നമ്മൾ. ഇന്ന ഹർഫു തൗക്കീദ്, ശക്തിപ്പെടുത്തുന്ന ഹർഫാണ്. അൽ മുദർരിസ ഇസ്മു ഇന്നയുടെ ഇസ്മാണ്. മൻസൂബുൻ നസ്ബ് ചെയ്യപ്പെട്ടതാണ്. അലൽ ഫത്ഹത്തിൽ ലാഹിറത്തായ ഫത്ഹത്തുണ്ട്. അൽ മുദർരിസ സീനിമ കണ്ടോ? ലാഹിറാണ്, പ്രകടമായ ഫത്ഹത്താണ്. മുഖ്ബിലുൻ ഖബറു അത് ഇന്നന്റെ ഖബറാണ്.
മർഫൂഉൻ അത് റഫ് ആക്കപ്പെട്ടതാണ്, അല ലമ്മത്തിൽ ലാഹിറത്തി ലാഹിറത്തായ ലമ്മത്തിൻ്റെ മേൽ റഫ് ആക്കപ്പെട്ടതാണ്. അപ്പോൾ അള്ളാഹിറത്ത്, ലമ്മത്ത്, ലാഹിറത്ത് കണ്ട അവിടെ അവിടെ മുഖബിലുൻ. അതേപോലെ ഇത് ചുരുങ്ങിയതാട്ടാ. നമ്മളിപ്പോൾ ഇത്രയല്ല പറയണേ, ഇതിലും വലുതാ പറയണേ. ഇസ്മാണോ ഫീലാണോ ഹർഫാണോ, ഇസ്മാണെങ്കിൽ എന്താണ്, ഫീലാണെങ്കിൽ എന്താണ്, ഹർഫാണെങ്കിൽ എന്താണ്, എങ്ങനെയാണത്, മബിനിയാണോ മുറബാണോ, ഇറാബാണെങ്കിൽ റഫാണോ ജറാണോ നെസ്ബൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഇതിലും വരുന്നുണ്ട്, ഇപ്പോൾ പറഞ്ഞതിലും വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ പറഞ്ഞത് പറയാം. അങ്ങനെയാണ് പറയേണ്ടത് ശരിക്കും. ഇതേപോലെ നോക്ക് നിങ്ങൾ, ഇന്നല്ലാഹ ഗഫൂറുൻ തീർച്ചയായും അള്ളാഹു കൂടുതൽ പൊറുത്തു നൽകുന്നവനാണ്. അവിടെയും ഇന്ന ഹർഫു തൗക്കീദ്, അല്ലാഹ ഇസ്മു ഇന്ന മൻസൂബുൻ അലൽ ഫത്ഹത്തിൽ ലാഹിറത്തി, ഗഫൂറുൻ ഖബറു ഇന്ന മർഫൂൻ അലൽ ലമ്മത്തിൽ ലാഹിറത്തി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? രണ്ടാമത്തെ നോക്ക് നിങ്ങൾ, നിങ്ങളെല്ലാവരും അറിഞ്ഞോളൂ. എന്തിനെയാണ് നിങ്ങളെല്ലാവരും അറിയേണ്ടത്? അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു തആല ശദീദുൽ ഇഖാബി ശിക്ഷ കഠിനമാക്കുന്നവനാണ്. ശിക്ഷ ശക്തമായി ശിക്ഷിക്കുന്നവനാണ് അല്ലാഹു. അവിടെ നോക്ക്, അന്ന അല്ലാഹ ഷദീദു ഖബർ അൽ ഇഖാബി മുളാഫ് ഇലൈഹി. ഷദീദ് എന്നുള്ള ഒരു ഇസ്മിനെ അൽ ഇഖാബ് എന്ന ഒരു മറ്റൊരു ഇസ്മിലേക്ക് ഞാനാകുന്ന ചേർക്കുന്ന വ്യക്തി ചേർത്തു. അപ്പോൾ അൽ ഇഖാബി എന്നുള്ളത് മുളാഫ് ഇലൈഹിയായി അതിന് ജറായി. ഷദീദ് എന്നുള്ളത് മുളാഫാണ്, ആ മുളാഫാണ് അതിന് ജറ് കൊടുത്തത്. ഷദീദു എന്നുള്ളത് ഖബറുമാണ്. എന്തിൻ്റെ? അന്ന എന്നതിൻ്റെ ഖബറാണ്. നേരത്തെ അന്ന മാ അൽ ബഹരി എന്നല്ലേ, ലൈത്ത മാ അൽ ബഹരി എന്നല്ലേ നമ്മൾ പറഞ്ഞു. അവിടെ മാ ആന്ന് നെസ്ബായിട്ടാണ് പറഞ്ഞു. ഇവിടെ അന്നൻ്റെ ഖബർ മുലാഫ് വന്നപ്പോൾ ഷദീദുൽ ഇഖാബി. അപ്പോൾ ഷദീദുൽ ഇഖാബി എന്ന് വരും. ചില സമയങ്ങളിൽ ഷദീദൽ ഇഖാബി എന്ന് വരും, ഷദീദിൽ ഇഖാബി എന്ന് വരും. എല്ലാ സ്ഥലത്തും ആദ്യത്തെ ഇസ്മിനിക്ക് ഇറാബ് മാറ്റം വരും, അവസാനത്തത് മുലാഫിലേഹിക്ക് എപ്പോഴും ചെറുത് തന്നെ ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? റഷീദ് ക ക്ലിയർ അല്ലേ? ഫറൂഖ് ഭായ് അഹ്മദു ജവാദുൻ. അഹ്മദ് ധർമ്മിഷ്ഠനാണ്. ലാകിന്നബ്നഹു ബഖീലുൻ. പക്ഷെ ഓന്റെ മകൻ പിശുക്കനാണ്. ലാകിന്നബ്നഹു ബഖീലുൻ. അവന്റെ മകൻ എന്താണ്? പിശുക്കനാണ്. അപ്പോൾ അവിടെ ഇബ്നഹു, ലാകിന്ന, ഇബ്ന, ഹു മുളാഫ് ഇലൈഹിയാണ്, അവന്റെ മകൻ ആണ് ബഖീൽ. കഅന്ന അലിയൻ അസദുൻ. അലി സിംഹത്തിനെ പോലെയുണ്ട്. അലി റളിയല്ലാഹു അൻഹു സിംഹത്തിനെ പോലെയുണ്ട്. ലൈതൽ ജവ്വ ദാഫിഉൻ. അന്തരീക്ഷം തണുത്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ലഅല്ല സാഅത ഖരീബത്തുൻ. ഖിയാമത്ത് നാൾ അടുത്ത് ആയേക്കാം. ഖിയാമത്ത് നാൾ അടുത്തു വന്നേക്കാം. ഖിയാമത്ത് നാൾ അടുത്തു നമുക്ക് പറയില്ല, അതേപോലെ ആ പ്രയോഗം. ലഅല്ല സാഅത ഖരീബ്. ഇനി നിങ്ങൾ പറയേണ്ടത് കേട്ടോ, അത്തുഫാഹത്തു ഹുൽവത്തുൻ. അത് ഇന്ന വെച്ച് പറയണം. ഒന്ന് പറയും, ഫാറൂഖ് ഭായ് പറയും. ഇന്ന വെച്ചിട്ട് അത്തുഫാഹത്തു ഹുൽവത്തുൻ എന്ന് പറയാം. എങ്ങനെ പറയാം? റാഫിക്ക പറയും.
ഇന്ന തുഫാഹത്ത ഹുൽവത്തുൻ, തീർച്ചയായും എന്ത് ചെയ്തു, ആപ്പിള് ആപ്പിള് മധുരമുള്ളതാണ്, തീർച്ചയായും നല്ല മധുരമുണ്ട്. അടുത്തത് റഅയ്തു സൂറത്ത ജമീലത്തൻ, അവിടെ അന്ന ചേർത്ത് പറയണം. റഅയ്തു എന്നുള്ളതിന് ശേഷമായിട്ട് വരിക. റഅയ്തു സൂറത്ത ജമീലത്തൻ, അതാരാ പറയാ? റാഫിക്ക പറയും, അല്ല ഫാറൂഖ് ഭായ് പറയും. റഅയ്തു റഅയ്തു അന്ന സൂറത്ത ജമീലത്തുൻ, മറക്കല്ലേ. റഅയ്തു അന്ന സൂറത്ത ജമീലത്തുൻ, അന്ന വന്നപ്പോൾ സൂറത്താന്നായി, അതിന്റെ ഖബറായിട്ട് ജമീലത്തുൻ. അൽ കി ഞാൻ നിങ്ങൾ പറഞ്ഞൊന്നും കേട്ടില്ല, കാരണം പറഞ്ഞു. അൽ കിതാബു മുഫീദുൻ, റഷീദൊക്കെ പറയും ലഅല്ല വെച്ചിട്ട് അൽ കിതാബു മുഫീദുൻ എന്നാണ്. ലഅല്ല വെച്ചാവുമ്പോൾ ലഅല്ല അടുത്തത് മുഫീദുൻ, ഖബറിന് റഫ്. ആദ്യത്തതിന് ഇസ്മാകുന്ന കിതാബ് എന്നുള്ളതിന് ഇറാബ് നസ്ബ് വരും, മറ്റേനും റഫ് തന്നെ വരിക, മുഫീദുൻ എന്നുള്ള തന്നെ വരിക. അൽ മുഹന്ദിസു മാഹിറുൻ, സുഹേൽ സാർ ഉണ്ടാ? അൽ ആസീസ്ക പറയാം. അൽ മുഹന്ദിസു മാഹിറുൻ, ലൈത്ത വെച്ചിട്ടാ, ലൈത്ത വെച്ചിട്ട്. മുഹന്ദിസ് എന്നല്ല, മുഹന്ദിസ് കേട്ടോ, എഞ്ചിനീയർ, എഞ്ചിനീയർക്കാണ് മുഹന്ദിസ്. ലൈത്തൽ മുഹന്ദിസ മാഹിർ. അൽ മുഅ്മിനു സാദിഖുൻ, ലാക്കിനെ വെച്ചിട്ട്. മാഹിർ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവനാണ്, നിപുണനാണ്, സ്കില്ലുള്ള ആളാണ്. അൽ മുഅ്മിനു സാദിഖുൻ, ലാക്കിൻ റാഫിക പറയും. അൽ മുഅ്മിനു സാദിഖുൻ, ലാക്കിനെ വെച്ചിട്ട്. അൽ കിതാബു ഉസ്താദുൻ കഅന്ന, ഫാറൂഖ് ഭായ് പറയട്ടെ. അൽ കിതാബു ഉസ്താദുൻ, യെസ്, കഅന്നൽ കിതാബ ഉസ്താദുൻ. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇത് ഹർക്കത്തില്ലെങ്കിലും വായിച്ചൂടെ? ഇപ്പൊ ഈ പദങ്ങൾ ഹർക്കത്തില്ലായിരുന്നില്ലെങ്കിലും കഅന്ന വരുമ്പോഴും ഇന്ന വരുമ്പോഴൊക്കെ ഉള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ അത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഇനി വായിക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അത് മബിനി വരുമ്പോൾ കുറേ മബിനികൾ നമ്മൾ അറിയും, പിന്നെ കുറേ വായിച്ചാലേ, കുറേ നോക്കുമ്പോഴേ ഇതൊന്ന് എക്സ്പേർട്ട് ആവുള്ളൂ. എന്നാലും മുറബും മറ്റു വിഷയങ്ങളും ഇറാബുള്ള കാര്യങ്ങളും അറിയും. യെസ്, ഇതും കൂടി ഒന്ന് പറയട്ടാ, ഇതും കൂടി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. മായും ലായും, മായും ലായും. അൽ മുശബ്ബഹത്താനി ബിലൈസ, ലൈസയോട് സാദൃശ്യപ്പെടുത്തപ്പെട്ടതായ. ലൈസ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്, നാക്കിസാണ്. കാനാസാറിൻ്റെ കാനയുടെ ഒരു സഹോദരിയാണ് ലൈസ. ആ ലൈസ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. അതിനോട് സാദൃശ്യപ്പെടുത്തപ്പെട്ട മായും ലായും. ലൈസന്റെയും കാനന്റെയും ഒക്കെ അമല് നമ്മളിപ്പോ പറഞ്ഞ ഇന്നന്റെ അമലിന് നേരെ വിപരീതമാണ്. ഇസ്മിനിക്ക് റഫും ഖബറിനിക്ക് നസ്ബുമാണ് ചെയ്യാം.
ഇസ്മിനിക്ക് റഫും ഖബറിനിക്ക് നസ്ബും ചെയ്യും. നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ പറഞ്ഞ അതെ, അതായത് അതും നമ്മുടെ പൂക്കോട്ടൂർ ഉസ്താദ് ഉണ്ടാക്കിയ ഒരു ബൈത്ത് ഉണ്ടായിന്. അത് നമുക്ക് ഞാൻ ഇവിടെ ഉണ്ടാവും നോക്കാം. ഇസ്മിന് റഫും ഖബർ. അതെ അതെ, അതും അത് അതിന്റെ അൽഫിയയിലുള്ള വരിയാണ്. ആ, അതായത് ബൈത്ത് സഹിതം പഠിക്കാണ്. ഏഹ് ആ, അപ്പൊ ഇവിടെ ഈ ലൈസന്റെ കാനന്റെ ഒരു അമലുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ ഇന്നന്റെ അമലിന് നേരെ ഓപ്പോസിറ്റ്. ഇന്നല്ലാഹ ഗഫൂറുൻ എന്നാ നമ്മൾ വായിച്ചത് പറഞ്ഞത്. കാന വരുമ്പോ കാനല്ലാഹു ഗഫൂറൻ എന്നാ പറയുന്നത്. നേരെ തിരിച്ച് ആദ്യത്തേന് റഫ് ചെയ്യും, രണ്ടാമത്തേന് നസ്ബ് ചെയ്യും. ഇവിടെ ഇന്നയാകുമ്പോൾ ആദ്യത്തേന് നസ്ബ് ചെയ്യും, രണ്ടാമത്തേന് റഫ് ചെയ്യും. കാനയാകുമ്പോൾ നേരെ തിരിച്ച്. അതേ പണിയാണ് ഈ മായും ലായും എടുക്കുക. അതേ ജോലി, അതേ പണി. മാ എന്നുള്ളതും ലാ എന്നുള്ളതും അതേ പണിയെടുക്കുക. വമിൻഹ 100 ആമിലുകളിൽ പെട്ടതാണ് ഹർഫാനി, 2 ഹർഫുകൾ, തർഫആനി അവ രണ്ടും റഫ്ഇ ചെയ്യും, അലിസ്മ ഇസ്മിനിക്ക് റഫ്ഇ ചെയ്യും, വതൻസിബാനി അവ രണ്ടും നസ്ബ് ചെയ്യും, അൽ ഖബറ ഖബറിനിക്ക് നസ്ബ് ചെയ്യും, ഖബറിനിക്ക് നസ്ബ് ചെയ്യും. വഹുമാ അവ രണ്ടും ഇസ്മിനിക്ക് റഫും ഖബറിനിക്ക് നസ്ബും ചെയ്യുന്ന 2 ഹർഫുകൾ. മാ വല മായാണ്, വല ലായുമാണ്. അന്നാഫിയത്താനി നഫിയ ചെയ്യുന്ന, നെഗറ്റീവ് ആക്കുന്ന, നിഷേധാത്മക പണിയെടുക്കുന്ന. അപ്പൊ ഇല്ല എന്നാണ് അർത്ഥം വരിക, നെഗറ്റീവ് മീനിങ് അതിന്. ശ്രദ്ധിച്ചോളേ. മാ കുല്ലു ആണോ റഫീദ് കുല്ലു. മാ കുല്ലുമായൽ മഴു തിളങ്ങുന്നതെല്ലാം, മിന്നുന്നതെല്ലാം, ദഹബൻ പൊന്നല്ല. മിന്നുന്നതെല്ലാം പൊന്നല്ല. മാ കുല്ലുമായൽ മഴു തിളങ്ങുന്ന എല്ലാ വസ്തുക്കളും, ദഹബൻ സ്വർണം അല്ല, പൊന്നല്ല. ദഹബൻ എന്നുള്ളതിന്റെ ഖബർ. വ ലാ മുജ്തഹിദുൻ റാസിബൻ കഠിനാധ്വാനി പരാജയപ്പെടുകയില്ല. കഠിനാധ്വാനി പരാജയപ്പെടുകയില്ല. അധ്വാനിക്കുന്ന ആള് തോൽക്കൂല. അപ്പോ ലാ മുജ്തഹിദുൻ റാസിബൻ കഠിനാധ്വാനി പരാജയപ്പെടില്ല. അപ്പൊ ലാ എന്നുള്ളത് ഇസ്മിനിക്ക് റഫും ഖബറിനിക്ക് നസ്ബും ചെയ്തു. ആ പറയും. ആദ്യത്തെ ആ മാ എന്നുള്ളത് ഇസ്മാണ്. ആ മാ ഹർഫല്ല. അത് മാ എന്നുള്ളത് ഒരു വസ്തു എന്നാണ്. മാ കുല്ലുമാ ഒരു വസ്തുവെല്ലാം അല്ല. എങ്ങനെയുള്ള വസ്തുവെല്ലാം അല്ല? യൽമൗ ആ വസ്തു തിളങ്ങുന്നു. അപ്പൊ തിളങ്ങുന്നതായ വസ്തുക്കളെല്ലാം അല്ല. എന്തല്ല? പൊന്നല്ല, ദഹബൻ സ്വർണ്ണല്ല. ഈ മാ എന്നുള്ളത് മുലാഫിലേഹിയാണ്. അവിടെ കുല്ലു എന്നുള്ളത് മുലാഫും മാ എന്നുള്ളത് മുലാഫിലേഹിയാണ്. മബിനി ആയതുകൊണ്ടാണ് ജെറ് കാണാത്തത്. യൽമഉ എന്നുള്ളത് ഫിഇല് മുദാരിയാണ്. ഫിഇല് മുദാരി റഫ് ആണ്. അപ്പൊ യൽമഉ തിളങ്ങുന്നതെല്ലാം, നമ്മൾ ശരിക്കും മലയാളം പറയുകയാണെങ്കിൽ മിന്നുന്നതെല്ലാം, ദഹബൻ പൊന്നല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? റഷീദ് ഓക്കെ അല്ലേ? അസീസ്ക